കംപ്ലീറ്റ് ആയിട്ടേ പോകാൻ പറ്റൂ. ഓക്കെ, പാറു ഫോണൊന്നും എടുക്കോ? ഹലോ, രവി ഉണ്ട്, കൊടുക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ അവന്റെ തലയിലേക്ക് കേറാൻ പാടാ. ബാക്കിയുള്ളവർക്കിട്ട് പണിയുന്നത് നിർത്തിയേക്കാൻ പറഞ്ഞേ മോളെ. ഓവർ സ്മാർട്ട് ആവുന്നതൊക്കെ കൊള്ളാം, പക്ഷെ തണ്ടും തരപ്പടി നോക്കി കളിച്ചില്ലെങ്കിൽ പടമായി ചുമരിലിരിക്കും. കുറെ നാളില്ലായിരുന്നു, ഇപ്പൊ പിന്നെയും തുടങ്ങി. എന്നതാ ഭീഷണി ഫോൺ കോൾ. കൈ വെട്ടും കാല് വെട്ടും കൊന്നുകളെന്നൊക്കെ പറഞ്ഞു. എനിക്ക് സംശയത്തിൽ രവി തന്നെ കാശ് കൊടുത്ത് വിളിപ്പിക്കുന്നതാണോന്നാ. എന്തിന്? എന്റെ മുമ്പിൽ ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ തോന്നിപ്പിക്കാലോ. ഇനി ഈ ഭൂമിയിൽ പെണ്ണെന്ന് പറയുന്ന കൊസറ കൊള്ളിക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. ചുമ്മാതാണ് പത്മശ്രീ ലഫ്റ്റനന്റ് കേണൽ ഭരത് മോഹൻലാൽ പറഞ്ഞത് ആർമിയിലും മറ്റ് ഫോഴ്സിലും ഒക്കെ കൂടുതൽ പെണ്ണുങ്ങൾ വേണമെന്ന്. എന്തൊരു വക്ര ബുദ്ധി. അമ്മൂ, മമ്മയുടെ മോളിൽ അങ്ങ് വേഗം കുടിച്ചേ, അപ്പോഴേ ബിഗ് ഗേൾ ആവും. അപ്പോ ബിഗ് ഗേൾ ആയ സ്കൂളിൽ പോകണ്ടല്ലേ മമ്മ? വേണ്ട, നമുക്ക് കോളേജിൽ പോവാം. വാ. Belated happy birthday. ഓ താങ്ക് യു. നീ എപ്പോഴെത്തിയേ? ഇന്നലെ. ആ, ഈ ഗിഫ്റ്റിന്റെ പിന്നിൽ എന്താ? ആ, അടുത്ത ആഴ്ച നിന്റെ ബർത്ത്ഡേക്ക് ഇതുപോലെ ഒരെണ്ണം കിട്ടുന്ന വരച്ചിട്ടാണോ? വേണ്ട മോളെ. പിശുക്ക് പാറു കെട്ടിയോ സമ്പാദിച്ചു കൂട്ടുന്നൊക്കെ നിലവറയിൽ വെക്കാതെ കുറച്ചിങ്ങ് പോരട്ടെ. ആ, അമ്മൂലുണ്ടായിരുന്നോ? ആന്റി കണ്ടില്ലടാ. ആന്റി, you have put on weight. ഓ, അവിടെ അമ്മ മാത്രമേ ഉള്ളൂ ഒരു സൈസ് 0 മുതൽ. പൊടി. ആ, ഇതെപ്പോ വന്നു? ആ, ജസ്റ്റ് നൗ. ആൻസി ഒരല്പം മെലിഞ്ഞോ? ആഹാ, ഇതാ ഇപ്പൊ നന്നായേ. നമ്മുടെ മോളിപ്പോ പറഞ്ഞതേ ഉള്ളൂ ഇവള് വണ്ണം വെച്ചു. അത് അവള് നീയായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞ. പ്രേമിൽ ഞാനും കൂടി വന്നപ്പോ ബാലൻസ് ആയില്ലേ തടി. ആൻസിയുടെ ഡയറ്റ് വെക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ഞാനിങ്ങനെ വയറും ചാടി കവളും ചാടി പെരുത്തിരിക്കുമ്പോ ആൾക്കാർ വിചാരിക്കും ഇവളെ ഞാൻ പട്ടിണി കിടുവാന്ന്. എന്നാലും വണ്ണം കുറയ്ക്കത്തില്ല. ആർക്കണ്ടോ വാക്ക് കൊടുത്തതുപോലെ. അയ്യോടാ, എനിക്കും കൂടെ വേണ്ടി നീ മെലിയുന്നുണ്ടല്ലോ. നാളെയല്ലേ നിങ്ങളുടെ കിറ്റി പാർട്ടി. ഇവളെ ഞാൻ പൂർണ്ണമായും വിട്ടുതരിക. അമ്മ, ഭാര്യ എന്നീ റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല. പണ്ട് ഇവളെ കോളേജ് വിളിക്കുന്നൊരു പേരുണ്ടായിരുന്നു. മരം കേറി പാറു. എല്ലാ ഫ്രീഡം ഒന്ന് എൻജോയ് ചെയ്യട്ടെ എന്നെ മരം കയറി ഭാര്യ. സോ ടേക്ക് കെയർ. ഞാൻ വിളിക്കാം. അമ്മുക്കുട്ടി പപ്പായ പോലെ ഫ്ലാറ്റ് കെട്ടുവാണോ? അല്ല, വീടാ. ഓ, വീടാണോ? You are really lucky to have a husband like him. Thank you. Good morning, sir. ആ, ശ്യാം, അറിയാ എന്താണ് ഓഫീസ് ടൈമിലാണോ പഞ്ചാരടി? അറിയാം. ആന്റണി. ഹായ് രവി. ജെയിംസായ ഒരു കാപ്പി പറ. ഒന്നുമില്ല, നാളെയല്ലേ പുതിയ പ്രോജക്റ്റ് ലോഞ്ച്. യെസ്, മറൈൻ മിരാഷ്, നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വില കൂടിയ പ്രോജക്റ്റ്. 2 വർഷം തലച്ചോറും മനസ്സും ഒരുപോലെ കൊടുത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ ഡ്രീം പ്രോജക്റ്റ്. പക്ഷെ പ്രോജക്റ്റ് ഓണായപ്പോൾ ഞാൻ ഔട്ട്. പട്ടരെ നിന്നെ പ്രോജക്റ്റ് ലീഡാക്കി. വന്ന കാലത്തെ വലിയ പട്ടരെ നീ കീശയിലാക്കി. ഇപ്പം തൻ്റെ മോനെ. കൊള്ളാം. എന്തൊക്കെയാ ആന്റണി പറയുന്നത്? എനിക്ക് ഈ മെറൈൻ മിറാഷിനോട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല. കമ്പനി ഏൽപ്പിക്കുന്നു, ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ തനിക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. താൻ പറയണ്ടേ? ഒരു കാര്യം ചെയ്യാം, നാളത്തെ മീറ്റിംഗ് കഴിഞ്ഞ് തന്നെ പ്രോജക്റ്റ് ലീഡാക്കാൻ ഞാൻ നവീൻ സാറിനോട് സംസാരിക്കാം. ട്രസ്റ്റ് മീ മാൻ, ഐ എം നോട്ട് ബ്ലഫിംഗ്. ഞാൻ സംസാരിക്കാം. सुहानी रात ढल चुकी, ना जाने तुम कब आओगे. सुहानी रात ढल चुकी, ना जाने. കുഞ്ഞാടുകളെ, നിങ്ങൾ എല്ലാവരും ഫുള്ളാണോ? അടിച്ചു മോനെ. ഞാൻ വിട്ടടാ പോവേ. ഇവൻ കളിക്കാതിരുന്ന അത് നഷ്ടമാ. ചേർക്കനെല്ലാം തൂത്തുവാരി പോവുള്ളൂന്നേ. അതെന്ത് പോക്കാച്ചായ? അടങ്ങി അവിടെ ഇരി. ഒരു ബാഗ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോയാൽ മതി. ഓ വേണ്ടടാ പോവേ. 2ാമത്തെ അറ്റാക്ക് കഴിഞ്ഞത് പിന്നെ അന്നമ്മ ഭയങ്കര സ്ട്രിക്റ്റാ. വീട്ടിൽ ചെന്ന് കുറിച്ച് കിടന്നാലുടൻ അവൾ ഒരുപിടി മരുന്നുമായിട്ട് വരുമെന്നേ. ഓ, ഈ ഒരു പെഗ് കൊണ്ടൊന്നും അച്ചായനെ കർത്താവ് വിളിക്കുകയില്ല. ദുഷ്ടനെ പന പോലെ വളർത്തുന്നില്ലയോ? ചേട്ടാ,
ചേട്ടൻ കളിക്കണതൊക്കെ കൊള്ളാം. ഈ രവി ഉണ്ടല്ലോ, ഈ ചുള്ളന്റെ കൂടെ കളിക്കുമ്പോ ഒന്ന് നോക്കിയും കണ്ടൊക്കെ കളിച്ചോളൂട്ടാ. അതെന്താ ഡേവിസ് ചേട്ടാ, ഇത് കളിയല്ലേ? എന്റെ സമയം നന്നായോണ്ട് ഞാൻ ജയിക്കുന്നു, അല്ല എന്താ? ഉവ്വ്, നിന്റെ ടൈം ബെസ്റ്റ് ടൈമാ ഗഡിയെ. അതിപ്പോ കളിയിലായാലും കച്ചവടത്തിലായാലും. നമ്മുടെ ബ്ലൂ സ്റ്റാർ ഗോവിന്ദേട്ടന്റെ 70 സെന്റ്, ഹൈ നമ്മുടെ ടെക്നോ പാർക്കിന്റെ അടുത്തേ സെന്റിന് 50 ഉറുപ്യ കൂട്ടി നീ അങ്ങോട്ട് മറിച്ചപ്പോ ഡേവിസേറ്റിന് നഷ്ടം 20 ഉറുപ്യ. 20 ലക്ഷേ. ഡേവിസേറ്റിന് അഡ്വാൻസ് തിരിച്ചു കിട്ടി. പക്ഷേ സംഗതി അത്രയ്ക്ക് അങ്ങോട്ട് സുഖമില്ലട്ടാ. പിന്നെ ഈ ടൈം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സുഖമുള്ള സംഗതിയാ. ഒന്ന് കാശിക്ക് കുത്തിയൊരു വലിയ അങ്ങോട്ട് വലിച്ചാലുണ്ടല്ല, കിങ് ചിലപ്പോ ജോക്കറാവും. ജോക്കറാവണ്ട, കിങ്ങായി തന്നെ ഇരുന്നോ. ഡേവിസ് ചേട്ടൻ ഇതുകൊണ്ട് എന്ത് നഷ്ടം വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ശരിയാക്കാം. എന്തുട്ടിന്? അതൊന്നും വേണ്ടോ. ഇപ്പൊ ഈ കാട്ടുകാരൻ ഡേവിസിന്റെ ചുറ്റുവട്ടത്തുള്ളതൊക്കെ ജീവിതത്തിനോട് പന്തയം വെച്ച് നേടി തന്നെയാ. നമ്മുടെ അപ്പനോട് പോലും കൈ നീട്ടിയിട്ടില്ലാന്നേ. പിന്നല്ലേ പോയ കാശൊക്കെ തിരിച്ചു പിടിക്കാനുള്ള കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഗഡിയെ നമ്മളെ തൃശ്ശൂർന്ന് വണ്ടി കയറിയത്. രവിയെ, നിനക്ക് നല്ല ജോലിയൊക്കെ ഉണ്ടല്ലോ, അതുപോരെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ചെയ്യാൻ? നമ്മള് കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഇവിടെ. ഡേവിസ് ചേട്ടാ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടം. അത് നിങ്ങൾ ഈ പറഞ്ഞ കാട്ടൂക്കാരൻ പത്രാസിന്റെ പളപ്പുണ്ടെന്നല്ല. ഒരൊറ്റ മുറി ഫ്ലാറ്റിൽ ഈ ടൗണിൽ ജീവിച്ചു തുടങ്ങുന്ന കാലത്ത് ഒരു തൃശ്ശൂരുകാരന് മാത്രം വഴങ്ങുന്ന ചില കോമഡികളുമായിട്ട് എൻ്റെ ജീവിതത്തിലെ പങ്കപ്പാട് ഒരുപാട് അലിയിച്ച് കളഞ്ഞിട്ടുണ്ട് നിങ്ങൾ. അതൊരു ചെറിയ കാര്യമല്ല എനിക്ക്. ആ സ്നേഹവും കടപ്പാടും എനിക്ക് എന്നുമുണ്ട്. അതിമ്മാരി കൂപ്പിലെ കുന്നങ്ങളുണ്ട് ഇല പിടിച്ചിട്ട് വെറുതെ ചളിയാക്കരുത്. പിന്നെ ഞാൻ റിയൽ എസ്റ്റേറ്റ് കളിക്കുന്ന കാര്യം, ഒരു മോളാണേ വളർന്നു വരുന്നത്. നമ്മുടെ അപ്പനോ നമുക്കൊന്നും തന്നില്ല, നമ്മളെങ്കിലും. അതല്ലയോ അതിൻ്റെ ഒരു ദൈവനീതി. ഈ മറുപടി ഡേവിസേട്ടന് ഇഷ്ടായിട്ടാ. നല്ല മയത്തിൽ പറഞ്ഞാലും സംഗതി ഒടക്കിലേ തന്നെയാ. അങ്ങോട്ട് സുഖിച്ചു കിടേ. നിനക്കറിയാലോ, ഡേവിസേട്ട ഉടക്കിയതാ. നിനക്ക് വേണ്ടി ഒരു ചെറിയ ബോംബ് നമ്മള് കരുതി വെക്കേണ്ടിട്ടാച്ചോളാ. ദേവിസേട്ടൻ, നമുക്ക് വേണ്ടി എന്നും പാടിത്തരാറുള്ള നമ്മുടെ പ്രിയപ്പെട്ട അത്രിയില്ലേ, 2 അടിച്ച് കിണ്ടി ഇളകുമ്പോൾ മൂപ്പര് പറയാറുള്ളൊരു കൊങ്ങിണി നാടൻ തെറിയുണ്ട്. തുകയിൽ ബപ്പാക്ക ബുദ്ധി സിക്കേസി രണ്ടേ പുത്ത. ഐ എം റൈറ്റ് അത്രി? അതിൻ്റെ അർത്ഥം സൗകര്യം പോലെ ചോദിച്ച് മനസ്സിലായിക്കോളൂ. പോട്ടെ, അപ്പോൾ നാളെ കാണാം. ആന്റണി. നവീൻ സാർ. രവി, ഒരു മിനിറ്റ്. ഒരു റെക്കമെൻഡേഷൻ അല്ല, വെറുതെ ഒരു സജഷൻ. നമുക്ക് ഈ പ്രോജക്റ്റിന് വേറൊരു ലീഡിനെ. ആർക്കാ തന്നെക്കാൾ താല്പര്യം? അല്ല, ആന്റണിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. എന്നെക്കാൾ നന്നായി അയാൾക്ക് അത് ചെയ്യാൻ പറ്റും. അയാളൊരു ബേസിക് ടേസ്റ്റാണ് മെറൈൻ സ്ട്രക്ചേഴ്സും അതിൻ്റെ ഡിസൈനിങ്ങും. നോ പൈസ ഇത് നിങ്ങൾ തന്നെ ലീഡ് ചെയ്തേ പറ്റൂ രവി. എന്നാൽ റിസ്ക് എടുക്കാൻ മുടിയാതെ. ഡാഡി ഒരു കാര്യം നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അത് മറ്റെന്തോ കൂടെ കണ്ടിട്ടാന്ന് കൂട്ടിക്കോളൂ. ഗുഡ് ഡേ.